കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഗാസയിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടരുകയാണ്. ഒക്ടോബർ 7 മുതലുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ 34,000-ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1,000-ഓളം പേരെ കാണാതായിട്ടുമുണ്ട്. 1,410 ഇസ്രായേലികളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടരുന്നതിനിടെ US സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഗാസയിലെ വംശഹത്യ നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളെ സമരകേന്ദ്രങ്ങളാക്കിയത്. നേരത്തെയും പ്രതിഷേധമുണ്ടെങ്കിലും ഇപ്പോൾ രാജ്യമാകെ വീശുന്ന സമരക്കൊടുങ്കാറ്റിന്റെ ഉറവിടം കൊളംബിയ സർവകലാശാലയാണ്. ഗാസ യുദ്ധത്തെ അപലപിച്ചും ഇസ്രായേലിനെതിരെ പ്രതിഷേധിച്ചും US സർവകലാശാലകളിൽ കത്തിപ്പടർന്ന വിദ്യാർത്ഥി സമരങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമം തുടരുന്നതിനിടെ കൊളംബിയ സർവകലാശാലയിൽ ജൂത വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയ US ജനപ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസനെ സമരക്കാർ കൂകി വിളിച്ചു. ക്യാമ്പസിൽ ടെന്റ് കെട്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അനുനയിപ്പിച്ച് പ്രക്ഷോഭം അവസാനിപ്പിക്കാനാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ സ്പീക്കറുടെ സന്ദർശനം. കൊളംബിയയിൽ തീവ്ര ആശയം പ്രചരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമരത്തിനുള്ള അവസരം നൽകിയത് ക്യാമ്പസുകളിലെമ്പാടും ജൂതവിരുദ്ധ വികാരം ഇളക്കിവിട്ടിരിക്കുകയാണെന്ന് ജോൺസൺ ആരോപിച്ചു. സർവകലാശാല പ്രസിഡന്റായ മിനൂർ ഷഫീഖ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. അടിച്ചമർത്തലിന്റെയും സെൻസർഷിപ്പിന്റെയും ഭാഗമാണിതെന്ന് വിദ്യാർത്ഥികൾ നിലപാടെടുത്തതോടെ കൊളംബിയയിലും പുറത്തുമുള്ള ക്യാമ്പസുകളിൽ ഇസ്രായേൽ വിരുദ്ധത പടർന്നു. ഇസ്രായേലി കമ്പനികളിൽ നിന്ന് രാജിവെക്കാൻ ആഹ്വാനം ചെയ്തും പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും രാജ്യമാകെ പ്രകടനങ്ങൾ അരങ്ങേറി. ഇസ്രായേൽ അനുകൂല നിലപാടുള്ള US ഭരണകൂടത്തിനെ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിഷേധങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് സംഘാടകരുടെ വിശ്വാസം. യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയയിൽ ക്യാമ്പസ് അടച്ചു. സമരം അവസാനിപ്പിക്കാൻ അധികൃതർ ലോസ് ആഞ്ചലസ് പോലീസ് സംഘത്തിന്റെ സഹായം തേടി. 93 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. ബ്രൗൺ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ, മാസച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കാലിഫോർണിയ സ്റ്റേറ്റ് പോളിടെക്നിക് എന്നിവിടങ്ങളിലും വിദ്യാർത്ഥി സമരങ്ങൾ നടന്നു. US സർവകലാശാലകളിലെ ഗവേഷണ പദ്ധതികളിൽ ഇസ്രായേലിന്റെ സാമ്പത്തിക പങ്കാളിത്തം റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഭരണകൂടത്തിനു മുന്നിൽ വയ്ക്കുന്നത്. കൊളംബിയയിലെ രൂക്ഷമായ സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥി പ്രതിനിധികളും യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, ഒരു വിഭാഗം അധ്യാപകരും അനധ്യാപകരും പ്രതിഷേധത്തെ പിന്തുണച്ചും രംഗത്തെത്തി. ജൂതവംശജരായ വിദ്യാർത്ഥികൾക്ക് സമരക്കാരിൽ നിന്ന് ഭീഷണിയുള്ളതായും റിപ്പോർട്ടുണ്ട്.